ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ചൈനീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം, അതുപോലെ നല്ല ടേസ്റ്റിയോടുകൂടി കഴിക്കാം. അപ്പം ചിക്കൻ വാങ്ങിക്കുമ്പം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. ഇത് ബിരിയാണി അരിയാണ് എടുത്തത്, ബാസ്മതി റൈസ്. അല്ലാതെ നമ്മൾ ചിക്കൻ ചൈനീസ് വെക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു റൈസുണ്ട്, അല്ലെങ്കിൽ അരിയുണ്ട്, ഗോൾഡൻ കളറിൻ്റെ. അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന അരി തന്നെയാണ് എടുത്തത്. ഇവിടെ ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം കഴുകി ഇത് നമുക്കൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ടൊന്ന് വെക്കണം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കാം. അതിനുശേഷം നമുക്ക് അത് വേവിച്ചെടുക്കണം. ഇപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വറക്കാനുള്ളതൊന്ന് റെഡിയാക്കാം. ഞാനിവിടെ ചിക്കൻ്റെ എല്ലാം ഒന്ന് മാറ്റിയെടുത്ത് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു, പിന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, അങ്ങനെ കുറേ സോസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സോയാ സോസും ഞാൻ ചേർത്തിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയി. അപ്പം ഇതെല്ലാം കൂടി ചേർത്തതൊന്ന് ഇളക്കി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ അതങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് വേണ്ടതൊക്കെ ഒന്ന് എടുക്കാം. ഞാനിവിടെ ഉള്ളിയുടെ തണ്ട് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ഒരു സവാള ഉള്ളി, പിന്നെ കുറേയധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചൈനീസ് ആകുമ്പം വെളുത്തുള്ളി കുറേയേറെ വേണമല്ലോ, അതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അരി ഇടാനുള്ളത് വെള്ളം വെച്ചിരുന്നു. അതിലേക്ക് ഉപ്പും എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തിളച്ച വെള്ളത്തിലേക്ക് അരി കഴുകി വെച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് വേവാൻ ഒരു 7-8 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം ഇത് ബിരിയാണിയുടെ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതേസമയം ചൈനീസിൻ്റെ റൈസ് ആണെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും, 2-3 മിനിറ്റ് കൂടി എടുക്കും. ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് വ്യത്യാസം വരുത്താം. അപ്പം ഉള്ളിത്തണ്ടും ഒക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തു. ഉള്ളിയുടെ ആ വെളുത്ത പോർഷൻ അത് വേറെയാണ് അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേറെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊന്നും ഈ ചൈനീസ് ഐറ്റംസിനകത്ത് ചേർക്കാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത്, ഇഞ്ചി എനിക്ക് തോന്നുന്നു ചേർക്കാറില്ലാന്ന്, എങ്കിലും ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ചിക്കനല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പം ഈ മുട്ട ഞാനിതുപോലെ ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്ത് കിട്ടി. ഇനി അതൊന്ന് ഊറ്റി വെക്കണം. എണ്ണ ചേർക്കാഞ്ഞത് കൊണ്ട് നല്ല കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടി. 85-90% മാത്രം വെന്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട ഒന്ന് നല്ല ഫ്രൈ ആയി കിട്ടി. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചട്ടുകം വെച്ച് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് 2ആയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ 3 മുട്ട ഒന്നിച്ച് വറുത്തത് കൊണ്ട് ഇച്ചിരി കട്ടിയുണ്ട്, അത് കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുട്ട വറുത്തതൊന്ന് മാറ്റിയെടുത്ത് പാനിൽ നിന്ന് ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. ബിരിയാണി ചെയ്യുന്നതിലും എളുപ്പമാണ് ചിക്കൻ ചൈനീസ് റൈസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. അടച്ചു വെച്ച് വേവിക്കാം, കാരണം ചിക്കൻ വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു, പക്ഷേ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് അത് കുറച്ച് ശരിക്കും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാനിത് ഈ പാത്രം ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ പാന് വലിയൊരു കടായിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. 1 കിലോയുടെ എന്താണെങ്കിലും കുഴപ്പമില്ല, നോക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പം വെളുത്തുള്ളി ഇതുപോലെ ഈ ഷേപ്പിൽ അരിഞ്ഞത്
ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി എത്ര വേണമെങ്കിലും ചേർക്കാം. ചൈനീസ് ഐറ്റംസിന് വെളുത്തുള്ളി ഏറെ ചേർക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞു കൊടുത്ത് അതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇതോടൊപ്പം തന്നെ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ക്യാരറ്റ് നല്ല വേവുള്ളതല്ലേ, അതുകൊണ്ട് ക്യാരറ്റ് കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ആദ്യം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തെറ്റുണ്ടെങ്കിൽ അത് പറയുക, തിരുത്തുവാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, കഴിക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇപ്പം വെളുത്തുള്ളി ക്യാരറ്റും ഒക്കെ ഒന്ന് വഴന്നു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ സിംല മിർച്ചി ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ഞങ്ങൾ സിംല മിർച്ചി എന്ന് പറയും. ക്യാപ്സിക്കം ചേർത്തു. അതോടൊപ്പം ഉള്ളി തണ്ടിൻ്റെ വെള്ള പോർഷൻ അരിഞ്ഞു വെച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിത്തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതൊക്കെ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അങ്ങനെ അതുകൂടി ചേർത്ത് ഇളക്കി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചോറിന് ഓൾറെഡി ഉപ്പ് ചേർത്തു, ചിക്കന് ഓൾറെഡി ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാൻ ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇതിന് എത്ര വേണോ അത്രയും മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ എരിവിന് ആവശ്യമായതൊക്കെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി 1 സ്പൂണ്, ഞാൻ ഈ 1 സ്പൂണിൽ അളവിനാണ് എടുക്കുന്നത്. പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് ആദ്യം ചേർത്തത്. പിന്നെ അതുപോലെ സോയാ സോസ്. ഇനി ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് ഷെസ്വാൻ ചട്നിയാണ്. ഷെസ്വാൻ ചട്നി എൻ്റെ കയ്യിൽ 2 രീതിയിലുള്ളത് ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം ചേർത്തത് കവറിലുള്ളതാണ് ചേർത്തത്. അതെനിക്ക് തൃപ്തിയാകാഞ്ഞിട്ട് ഞാൻ ബോട്ടിലുള്ളത് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഷെസ്വാൻ ചട്നി. അത് നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. വെളിയിൽ നിന്ന് നല്ല വിലക്കുറവിന് തന്നെ വാങ്ങിക്കാനും കിട്ടും. അപ്പം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചട്നി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഷെസ്വാൻ ചട്നി എത്ര ചേർത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് ചോറിടാം. പക്ഷേ ഞാനിവിടെ ആദ്യം ചിക്കൻ ഒന്നിട്ട് കൊടുക്കുകയാണ്. കാരണം ഞാനിവിടെ എടുത്ത കടായി ഇച്ചിരി ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം ചോറ് ചേർത്ത് അതിൻ്റെ മണ്ടയിൽ ചിക്കൻ ഇടാം, അതിൻ്റെ മണ്ടയിൽ മുട്ട ഇടാം. പക്ഷേ ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് മുട്ട കൂടി ചേർത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ടയാണ് ആദ്യം ചേർത്തത്. മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചോറ് ചേർത്തിട്ട് പിന്നെ മുട്ട ചേർത്താലും മതി, കുഴപ്പമില്ല. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പപ്പടവും ഇതുമുണ്ടെങ്കിൽ സൂപ്പറാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഈ സാധനങ്ങളെല്ലാം ഇപ്പം നമ്മുടെ മോളുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നല്ല കുറഞ്ഞ വിലയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ഓക്കേ.